മാം, എന്തുകൊണ്ടാണ് വിഷൻ കോളേജിലെ +1 +2 വിദ്യാർത്ഥികളുടെ കോഴ്സ് മറ്റ് സ്ഥാപനങ്ങളെക്കാളും വ്യത്യസ്തമാകുന്നത്? അതായത് വിഷനിലെ +1 +2 എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറ്റി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അത് 100% സക്സസ് ആയിട്ടാണ് മാറിയത്. അതായത് നിലവിൽ ഒരുപാട് കുട്ടികൾ +1 അഡ്മിഷൻ കിട്ടാത്തതുണ്ടാവും. അതുകൂടാതെ ഗവൺമെൻറ് സീറ്റില്ലാതെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കൊക്കെ അഡ്മിഷൻ എടുത്ത മക്കളുണ്ടാവും. അപ്പോൾ നമ്മുടെ വിഷനിലെ +1 എന്തുകൊണ്ട് വ്യത്യസ്തമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ഒരു പല രീതിയിലുള്ള അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ വളരെ പിന്നോക്ക അവസ്ഥയിൽ വരുന്ന മക്കളായിട്ടാണ് അവർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടാറുള്ളത്. അപ്പോൾ ഏറ്റവും പുതുമ എന്ന് പറയുന്നത് നമ്മളുടെ സ്ഥാപനത്തിൽ വൈകുന്നേരം വരെ ക്ലാസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉച്ചവരെ മാത്രമേ അവർക്ക് ക്ലാസ് എടുക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം അവർ അതാത് ദിവസങ്ങളിൽ അവർക്ക് എടുത്ത വിഷയം അവിടെ ഇരുന്നു കൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക. അത് 100% നമുക്ക് സക്സസ് ആണ്. അത് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് പാരൻസ് ഒക്കെ നമുക്ക് അത്രയും സപ്പോർട്ടായിട്ടാണ് നിൽക്കുക. പലപ്പോഴും വിഷനിലേക്ക് +1 +2 കുട്ടികളെ പറഞ്ഞു വിടുന്നത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ രക്ഷിതാക്കളാണ്. അത് തന്നെ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമാണ്. അതുകൂടാതെ നൈറ്റ് ക്ലാസ്സുകൾ, എത്ര രീതിയിൽ പുറകോട്ടായിട്ടുള്ള മക്കളായാലും ഇവരെ +1 +2 പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഏകദേശം നമ്മുടെ ഒക്കെ ഒരു വർക്കിംഗ് ടൈമിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ഭാഗവും നമ്മൾ ചിലവഴിക്കുക +1 +2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ സ്വന്തമായിട്ട് പേരെഴുതുന്ന പോലും അറിയാത്ത രീതിയിലുള്ള മക്കളാണ് സ്ഥാപനത്തിൽ എത്തിപ്പെടാറുള്ളത്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് അക്ഷരങ്ങളുടെ വരെ ക്ലാസ് കൊടുത്തുകൊണ്ട് ബേസിക് ക്ലാസ്സുകളാണ് ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അവർ ചെറിയ രീതിയിലേക്ക് കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലൊക്കെയുള്ള സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് പിന്നീട് മാറ്റിക്കുകയാണ് ചെയ്യാം. ഇപ്രാവശ്യം നമ്മൾ അതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു +1 +2 ഒപ്പം തന്നെ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൂടി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് അക്കൗണ്ടിങ്, കൂടാതെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ്, മൊബൈൽ ടെക്നിക്കൽ കോഴ്സുകൾ പോലെയുള്ള സ്കിൽ കോഴ്സുകളിലെ പ്രൊഫഷണൽ കോഴ്സുകളും കൂടി കുട്ടികൾക്ക് +2 തന്നെ നൽകുക. അതവർ ഈ 2 വർഷം +1 +2 കാലയളവ് തന്നെയാണ് അവർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വിഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർക്ക് +2 ഒരു 100% പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റും പ്ലസ് തരത്തിൽ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള ഏത് സ്കിൽ കോഴ്സാണോ ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതിലൂടെ അവർക്ക് നേരിട്ടൊരു ജോബിലേക്ക് കയറാം. അപ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾക്ക് ചിലപ്പോൾ സ്കൂളുകളൊക്കെ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് വാക്കുകൾ, അക്ഷരങ്ങൾ വായിക്കുന്ന അറിയില്ല, ഇംഗ്ലീഷിൻ്റെ ഒന്നും ബേസിക് അറിയില്ല, മലയാളത്തിന് അറിയില്ല. അവർക്കൊക്കെ 100% ധൈര്യത്തോടെ കുറ്റ്യാടി വിഷനിൽ +1 +2 അഡ്മിഷൻ എടുക്കാം. നമ്മൾ ഗ്യാരണ്ടി ആണ്, അവർക്ക് 100% നമ്മൾ പാസിംഗ് ഗ്യാരണ്ടി കൊടുക്കും. അതിൽ എൻ്റെ എല്ലാ രക്ഷിതാക്കളും സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. ഇതിൻ്റെ ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് വെറും പഠിത്തം മാത്രമല്ല, ഇതെന്നെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്നത് ചിന്തിക്കേണ്ട. നോർമലി ഇവർക്ക് എല്ലാ പ്രോഗ്രാംസും, അതായത് ക്രിക്കറ്റ്, ഫുട്ബോൾ, അതേപോലെ ഫെസ്റ്റുകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കലാപരിപാടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ എല്ലാ ഓണപരിപാടി, അതേപോലെ ഫുഡ് ഫെസ്റ്റുകൾ, ക്രിസ്മസ് പരിപാടികൾ, മെഹന്തി ഫെസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ മക്കളുടെ എല്ലാ രീതിയിലും അവർ ഡെവലപ്പായിട്ടാണ് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പിന്നെ അതുകൂടാതെ ഇവർ തന്നെയാണ് നമുക്ക് തുടർന്നും ഇന്ന കുട്ടികളെ നമ്മളുടെ കോളേജിലേക്ക് ഓരോ കുട്ടികളെയും പറഞ്ഞു വിടുന്നത്. അതിന് നമുക്കുള്ള ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് അതാണ്.